അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ആദ്യത്തെ പരീക്ഷ കിതാബുൽ അഖീദയാണ്. എല്ലാ വിദ്യാർത്ഥികളും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് മൂന്നാം ക്ലാസ്സിലേക്ക് പോവണ്ടേ? രണ്ടാം ക്ലാസ് കഴിയാൻ ഇനി കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. ഈ വരുന്ന പരീക്ഷയിൽ നല്ല രൂപത്തിൽ ഉത്തരങ്ങൾ എഴുതിയാൽ മാത്രമാണ് മൂന്നാം ക്ലാസ്സിലേക്ക് ഉസ്താദുമാര് നമ്മളെ ജയിപ്പിച്ചു വിടുക. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും നല്ല ഉഷാറായി പഠിക്കുകയും പരീക്ഷയിൽ നല്ല രൂപത്തിൽ ഉത്തരങ്ങൾ എഴുതി നല്ല വിജയം നേടാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടെ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കിതാബുൽ അഖീദയിൽ നമുക്ക് 10 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. ആദ്യം മുതൽ അവസാനം വരെയുള്ള പാഠങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യത്തെ പാഠം അറിയാമോ, അത് തുടങ്ങി ഓർമ്മിക്കാം എന്ന 10ാമത്തെ പാഠം വരെയാണ് നമുക്ക് ഈ വരാനുള്ള വാർഷിക പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ നമ്മൾ ഈ 10 പാഠങ്ങളുടെയും ഒരു ഫുൾ റിവിഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. നിർബന്ധമായും വിദ്യാർത്ഥികൾ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുകയും ഓരോ പാഠത്തിലും എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് വിദ്യാർത്ഥികൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. വിദ്യാർത്ഥികൾ നിർബന്ധമായും പാഠങ്ങൾ ആവർത്തിച്ച് വായിക്കുകയും എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ പാഠം അറിയാമോ. ഈ പാഠത്തിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? എല്ലാ വസ്തുക്കളെയും പടച്ചത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, അല്ലെ? പൂക്കൾ പടച്ചതാരാണ്? അല്ലാഹു ആണ്. മലകൾ പടച്ചതാരാണ്? അല്ലാഹു ആണ്. ആകാശം പടച്ചതാരാണ്? അല്ലാഹു ആണ്. ഭൂമി പടച്ചതാരാണ്? അല്ലാഹു ആണ്. മഴ വർഷിപ്പിക്കുന്നതാരാണ്? അല്ലാഹു ആണ്. അപ്പോൾ എല്ലാം ചെയ്യുന്നത് ആരാണ്? അല്ലാഹു ആണ്. പൂക്കൾ പടച്ചവൻ ആരാണ്? അല്ലാഹു. ഭൂമി പടച്ചവൻ ആരാണ്? അല്ലാഹു. മാനമൊരുക്കിയതാരാണ്? അല്ലാഹു. മലകൾ ഒരുക്കിയതാരാണ്? അല്ലാഹു. എല്ലാറ്റിന്റെയും ഉത്തരം ഒന്ന് തന്നെയാണ്, അല്ലാഹു. അവനാണ് അല്ലാഹു. സൃഷ്ടികളിൽ 5 വസ്തുക്കളുടെ പേര് വിദ്യാർത്ഥികൾ ഇവിടെ നിർബന്ധമായും അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ 5 പേരുകൾ ഇവിടെ എഴുതണം. നിർബന്ധമായും എഴുതി പരിശീലിക്കുകയും വേണം. നമ്മൾ ഇവിടെ നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പൂക്കൾ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, മലകൾ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അതുപോലെ ഭൂമി, ആകാശം, മഴ എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ഇനി അതല്ലാത്തതും വിദ്യാർത്ഥികൾക്ക് എഴുതാം. ഏതായാലും ഇവിടെ 5 സൃഷ്ടികളുടെ പേരുകൾ നിർബന്ധമായും വിദ്യാർത്ഥികൾ എഴുതി പരിശീലിക്കണം. ഇനി ഇവിടെ നിറം കൊടുക്കാനുണ്ട്. കണ്ടോ, ഇവിടെ സൂര്യന്റെ ഫോട്ടോ ഉണ്ട്, അതുപോലെ ഒട്ടകമുണ്ട്, തീയുണ്ട്. അതിനെയൊക്കെ നിറം കൊടുക്കണം. ഇതെല്ലാം പടച്ചവൻ ആരാണ്? അല്ലാഹു ആണ്. ഇനി രണ്ടാമത്തെ പാഠം അല്ലാഹു റബ്ബുന. അല്ലാഹു നമ്മുടെ രക്ഷിതാവാണ്. അല്ലാഹുവിനെ പറ്റി നാം പഠിച്ചുവല്ലോ, അവനെ പറ്റി നമുക്കൊരു പാട്ട് പാടാം. അല്ലാഹു അല്ലാഹു ഫാത്തിറുൽ അർളി അല്ലാഹു ഖാലിഖുൽ ജവ്വി അല്ലാഹു മുൻസിലുൽ മാഇ അല്ലാഹു റാസിഖുൽ ഖൽഖി അല്ലാഹു അല്ലാഹു റബ്ബി അല്ലാഹു. അള്ളാഹു നമുക്ക് വസിക്കാൻ ഭൂമി തന്നു. വസിക്കാൻ ഭൂമി തന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് താമസിക്കാൻ ഭൂമി തന്നു. അള്ളാഹു നമുക്ക് കുടിക്കാൻ വെള്ളം തരുന്നു. അള്ളാഹു നമുക്ക് ശ്വസിക്കാൻ വായു തരുന്നു. അള്ളാഹു നമുക്ക് കഴിക്കാൻ ഭക്ഷണം തരുന്നു. നമ്മുടെ റബ്ബ് അള്ളാഹു ആകുന്നു. നമ്മെ സംരക്ഷിക്കുന്നവനാരാ? നമുക്ക് വേണ്ടതൊക്കെ നൽകുന്നതാരാണ്? അള്ളാഹു ആകുന്നു. ആ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ. നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ മറ്റു ഇബാദത്തുകളൊക്കെ ആർക്കുള്ളതാണ്? അള്ളാഹുവിനുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അപ്പൊ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടിയാണ്. അള്ളാഹു അല്ലാത്ത മറ്റൊരാളുടെ മുമ്പിലും നമ്മൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ഇവിടെ അള്ളാഹു നമുക്ക് തന്ന ചില അനുഗ്രഹങ്ങളുടെ പേര് ഫോട്ടോ സഹിതം ഇവിടെ തന്നിട്ടുണ്ട്. അള്ളാഹു നമുക്ക് കാണാൻ കണ്ണ് തന്നു. അള്ളാഹു നമുക്ക് കേൾക്കാൻ ചെവി തന്നു. അള്ളാഹു നമുക്ക് സംസാരിക്കാൻ നാവ് തന്നു. അള്ളാഹു നമുക്ക് പിടിക്കാൻ കൈ തന്നു. അള്ളാഹു നമുക്ക് നടക്കാൻ കാല് തന്നു. അള്ളാഹു ആണ് നമുക്ക് എല്ലാം തന്നിട്ടുള്ളത്.
ഇവിടെ വീണ്ടും ഒരു പാട്ടുണ്ട്. അല്ലാ അല്ലാ അല്ലാഹു, അല്ലാ അല്ലാ അല്ലാഹു, നമ്മെ പടച്ചവൻ അല്ലാഹു, എല്ലാം തന്നവൻ അല്ലാഹു, എല്ലാം കാണും അല്ലാഹു, എല്ലാം കേൾക്കും അല്ലാഹു, എല്ലാം അറിയും അല്ലാഹു, എന്നും ഉള്ളവൻ അല്ലാഹു. ഇനി ചേർത്ത് വായിക്കാം. എന്നും ഉള്ളവൻ ആരാണ്? അല്ലാഹു ആണ്. എല്ലാം കാണുന്നവൻ ആരാണ്? അല്ലാഹു ആണ്. എല്ലാം അറിയുന്നവൻ ആരാണ്? അല്ലാഹു ആണ്. എല്ലാം കേൾക്കുന്നവൻ അല്ലാഹു ആണ്. ശ്വസിക്കാൻ വായു തരുന്നത് ആരാണ്? അല്ലാഹു ആണ്. കുടിക്കാൻ വെള്ളം തരുന്നത് ആരാണ്? അല്ലാഹു ആണ്. എല്ലാറ്റിന്റെയും ഉത്തരം അല്ലാഹു എന്ന് തന്നെയാണ്. ഇനി മൂന്നാമത്തെ പാഠം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമ്മൾ നിർബന്ധമായും പഠിക്കണം. നമ്മുടെ നബിയുടെ പേരെന്താണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എവിടെയാണ്? മക്കയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പ ആരാണ്? അബ്ദുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ ആരാണ്? ആമിന ബീവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സായപ്പോൾ നുബുവത്ത് ലഭിച്ചു. നബി ആയത് എത്രാമത്തെ വയസ്സിലാണ്? 40-ാമത്തെ വയസ്സിലാണ്. 53 വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. ശത്രുക്കളുടെ അക്രമങ്ങളും പീഡനങ്ങളൊക്കെ സഹിക്കവയ്യാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം നാടായ മക്ക വിട്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മദീനയിലേക്ക് പലായനം ചെയ്തു. അത് എത്രാമത്തെ വയസ്സിലാണ്? 53-ാമത്തെ വയസ്സിലാണ്. എന്നിട്ട് മദീനയിൽ 10 വർഷം ജീവിച്ചു. 63 വയസ്സായപ്പോൾ മദീനയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. നബി തങ്ങളുടെ പേര്, അതുപോലെ ജനിച്ചത് എവിടെ, ഉപ്പ ആരാണ്, ഉമ്മ ആരാണ്, എപ്പോഴാണ് നബി ആയത്, എപ്പോഴാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയത്, എവിടെയാണ് മുത്തുനബി വഫാത്തായത്, ഈ കാര്യങ്ങളൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ഇവിടെ യോജിച്ചത് ചേർക്കാൻ 40 വയസ്സായപ്പോൾ എന്താ സംഭവിച്ചത്? നുബുവത്ത് കിട്ടി. അവസാനത്തെ പോയിന്റ്, രണ്ടാമത്തെ കോളത്തിൽ അവസാനത്തത് നുബുവത്ത് കിട്ടി. 40 വയസ്സായപ്പോൾ നുബുവത്ത് കിട്ടി. മക്കയിൽ ഡാഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു, ഒന്നാമത്തെ ഓപ്ഷൻ. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി, രണ്ടാമത്തെ ഓപ്ഷൻ. ആമിന ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ, നാലാമത്തെ ഓപ്ഷൻ. അബ്ദുള്ള ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പ, മൂന്നാമത്തെ ഓപ്ഷൻ. ഈ രൂപത്തിൽ ഇങ്ങനെ ഡിസോർഡർ ആയിട്ട് തന്നാൽ വിദ്യാർത്ഥികൾ ഇതുപോലെ മാച്ച് ചെയ്യണം. ആ മാച്ച് ചെയ്യണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഈ വിവരങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി വീണ്ടും ഇവിടെ പാട്ട് തന്നിട്ടുണ്ട്. ഈ കോഡ് സ്കാൻ ചെയ്താൽ വിദ്യാർത്ഥികൾക്ക് ആ പാട്ടൊക്കെ ലഭിക്കും. വിദ്യാർത്ഥികൾ പാടി പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറ പോയത് എങ്ങോട്ടാണ്? മദീനയിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് എവിടെ? മദീനയിൽ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ ആരാണ്? അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഉപ്പയും ആമിന ബീവി റളിയല്ലാഹു അൻഹ ഉമ്മയും. ഇനി നാലാമത്തെ പാഠം മലക്കുകൾ. നമ്മളിപ്പോ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി മലക്കുകൾ ആരാണ്? മലക്കുകൾ അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് മലക്കുകൾ. മനുഷ്യന്മാരായ നമ്മളൊക്കെ മണ്ണ് കൊണ്ടാണ് അള്ളാഹു താല പഠിച്ചിട്ടുള്ളത്. പക്ഷെ മലക്കുകൾ അള്ളാഹുവിന്റെ ഒരു പ്രത്യേക സൃഷ്ടികളാണ്. അവരെന്തുകൊണ്ടാണ് അള്ളാഹു താല പഠിച്ചിട്ടുള്ളത്? പ്രകാശം കൊണ്ടാണ് മലക്കുകളെ അള്ളാഹു താല സൃഷ്ടിച്ചിരിക്കുന്നത്. അവരെ നമുക്ക് കാണാൻ കഴിയില്ല. മലക്കുകൾക്ക് ഭക്ഷണമോ വെള്ളമോ വേണ്ട, ഉറക്കമോ ക്ഷീണമോ ഉണ്ടാവുകയില്ല. അവർ എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ്. അള്ളാഹുവിന് അവർ എതിര് ചെയ്യുന്നവരല്ല. അവരുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അവരിൽ ഏറ്റവും പ്രധാനികളാണ് താഴെ പറയുന്നവർ. അപ്പൊ താഴെ പറയുന്ന ഈ 4 മലക്കുകളുടെ പേര് നമ്മൾ പഠിക്കണം. അപ്പൊ മലക്കുകളുടെ ചില പ്രത്യേകതകളൊക്കെ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവരെ നമുക്ക് കാണാൻ കഴിയൂല, അതുപോലെ അവർക്ക് ഭക്ഷണമോ വെള്ളമോ ആവശ്യമില്ല, പക്ഷെ നമുക്കതൊക്കെ ആവശ്യമുണ്ട്. അതുപോലെ അവർക്ക് ഉറക്കമോ ക്ഷീണമോ ഇല്ല. അവർ എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവരാണ്. അള്ളാഹുവിന് അവർ എതിര് ചെയ്യുന്നവരല്ല. അള്ളാഹു പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് അവർ ഒന്നും പ്രവർത്തിക്കുന്നവരല്ല. അവരുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ മലക്കുകൾ പ്രത്യേക തരം സൃഷ്ടികൾ തന്നെയാണ്. അവരിൽപ്പെട്ട പ്രധാനികളായ 4 ആളുകളുടെ പേരുകൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചു വെക്കണം. ആരൊക്കെയാണത്? 1 ജിബ്രീൽ അലൈഹിസലാം, 2 മീകായിൽ അലൈഹിസലാം, 3 ഇസ്രാഫീൽ അലൈഹിസലാം, 4 അസ്റായിൽ അലൈഹിസലാം. ഈ മലക്കുകളുടെ പേരുകൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം.
പ്രകാശത്താൽ അള്ളാഹു പടച്ച പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. മലക്കുകൾ ഡാഷ് കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? പ്രകാശം കൊണ്ട്. മലക്കുകൾ സദാ എന്ന് പറഞ്ഞാൽ എല്ലാ സമയവും അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ്. നമുക്ക് കാണാൻ കഴിയാത്തവരാണ് മലക്കുകൾ. ഇനി ഇവിടെ ചേരുംപടി ചേർക്കാം. മലക്കുകളിൽ പെട്ടവരാണ് ആര്? മൂന്നാമത്തെ ഓപ്ഷൻ ഇസ്രാഫീൽ അലൈഹിസലാം. നാം പഠിച്ച മലക്കുകളുടെ എണ്ണം എത്രയാണ്? ഒന്നാമത്തെ ഓപ്ഷൻ 4 മലക്കുകളെ പേരല്ലേ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. മണ്ണിനാൽ പടക്കപ്പെട്ടവരാരാണ്? നമ്മൾ മനുഷ്യർ. മലക്കുകളുടെ എണ്ണം അറിയുന്നവൻ ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ വേർതിരിക്കാം. കണ്ടോ, മുകളിൽ കുറച്ച് ഓപ്ഷൻ തന്നിട്ടുണ്ട്. മദ്രസ, ജിന്ന്, മനുഷ്യൻ, മലക്ക്, പേന, പിശാജ്. ഇതിൽ കാണുന്നവ ഏത്, കാണാത്തവ ഏത്? നമുക്ക് കാണാൻ പറ്റുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? മദ്രസ നമുക്ക് കാണാൻ പറ്റും അല്ലെ, മനുഷ്യനെ കാണാൻ പറ്റും. അതുപോലെ പേന നമുക്ക് കാണാൻ പറ്റും. അപ്പൊ മദ്രസ, മനുഷ്യൻ, പേന എന്നുള്ളത് കാണുന്നവ എന്ന കോളത്തിൽ വിദ്യാർത്ഥികൾ എഴുതി കൊടുക്കണം. രണ്ടാമത്തത് കാണാത്തവ. ജിന്നുകളെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അതുപോലെ മലക്കിനെ കാണാൻ പറ്റൂല, പിശാചിനെ നമുക്ക് കാണാൻ പറ്റൂല. അപ്പൊ കാണാത്തവയിൽ അവയുടെ പേരുകളും എഴുതുക. ഇനി വീണ്ടും വായിക്കാനാണ് വിദ്യാർത്ഥികൾ. ഇതൊക്കെ ആവർത്തിച്ച് വായിക്കണം. പ്രകാശത്താൽ പടക്കപ്പെട്ടവരാണ് മലക്കുകൾ. ഭക്ഷണമോ വെള്ളമോ വേണ്ടാത്തവരാണ് മലക്കുകൾ. എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ് മലക്കുകൾ. ഉറക്കമോ ക്ഷീണമോ ഇല്ലാത്തവരാണ് മലക്കുകൾ. കാണപ്പെടാത്ത സൃഷ്ടികളാണ് മലക്കുകൾ. ഇതൊക്കെ വിദ്യാർത്ഥികൾ ആവർത്തിച്ച് വായിക്കണം. ഇനി 5ാമത്തെ പാഠം കിതാബുകൾ. ഇപ്പോൾ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, മുത്തുനബിയെ കുറിച്ച് പറഞ്ഞു, മലക്കുകളെ കുറിച്ച് പറഞ്ഞു. ഇനി കിതാബുകൾ. എന്താണ് കിതാബുകൾ എന്ന് പറഞ്ഞാൽ? കിതാബുകളിൽ നമ്മൾ വിശ്വസിക്കണം. നമ്മളെ ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണ് കിതാബുകളിൽ വിശ്വസിക്കുക. കണ്ടോ, ഈമാൻ കാര്യങ്ങളിൽ 3ാമത്തേത് അള്ളാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കലാണ്. അള്ളാഹു തിരഞ്ഞെടുത്ത നബിമാരിലേക്കാണ് അവന്റെ കിതാബുകൾ ഇറക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടി മനുഷ്യന്മാരിൽ നിന്ന് തന്നെ ചില ആളുകളെ നബിമാരായി അള്ളാഹു തആല തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ തെരഞ്ഞെടുക്കപ്പെട്ട നബിമാരിലേക്ക് അള്ളാഹു തആല ചില കിതാബുകൾ ഇറക്കിയിട്ടുണ്ട്. ചില നബിമാരിലേക്ക് കിതാബുകളും ചില നബിമാരിലേക്ക് അള്ളാഹു തആല ഏടുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് അള്ളാഹുവിന്റെ കിതാബുകൾ. അപ്പൊ എന്തിനാണ് അള്ളാഹു തആല കിതാബുകൾ ഇറക്കിയിട്ടുള്ളത്? ആ കിതാബിലുള്ള കാര്യങ്ങൾ എന്തായിരിക്കും? അത് ജനങ്ങൾക്ക് നല്ല വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ഉപദേശങ്ങളായിരിക്കും, നിർദ്ദേശങ്ങളായിരിക്കും. 4 കിതാബുകളും 100 ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ഓർമ്മിച്ചു വെക്കണേ. 4 കിതാബുകളും 100 ഏടുകളും. അതിൽ അവസാനത്തേത്, കിതാബുകളിൽ അവസാനത്തേത് ഏതാണ്? നമ്മുടെ നബി മുത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആനാണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള പരിശുദ്ധ ഖുർആനാണ് അവസാനമായി ഇറക്കപ്പെട്ട ഗ്രന്ഥം, കിതാബ്. ഇനി ഒരു നബി വരാനില്ലാത്തതുപോലെ ഒരു കിതാബും വരാനില്ല. അപ്പോൾ ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് മാർഗദർശനമായിട്ടാണ് പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു തആല ഇറക്കിയിട്ടുള്ളത്. ഇനി ഒരു ഗ്രന്ഥം, ഇനി ഒരു കിതാബ് ഇവിടെ വരാനില്ല, ഒരു നബിയും വരാനില്ല. വിശുദ്ധ ഖുർആൻ ഇൽമിന്റെയും ഹിദായത്തിന്റെയും ഗ്രന്ഥമാണ്, അറിവിന്റെയും സന്മാർഗത്തിന്റെയും ഗ്രന്ഥമാണ്. അതിനെ പാരായണം ചെയ്യൽ പോലും വലിയ ഇബാദത്താണ്. നമ്മൾ ആ ഖുർആൻ ഇങ്ങനെ ഓതൽ വലിയ ഇബാദത്താണ്. ഇനി ഓതാനൊന്നും അറിയാത്തവരാണെങ്കിൽ ആ ഖുർആനിലേക്ക് നോക്കൽ പോലും ഇബാദത്താണ്. ഇനി ഇവിടെ താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ നബിക്കാണ്, ഏതൊക്കെ കിതാബാണ് അല്ലാഹു തആല ഇറക്കിയിട്ടുള്ളത്, അതുപോലെ ഏതൊക്കെ നബിമാർക്ക് എത്ര ഏടുകൾ അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു 4 കിതാബുകളും 100 ഏടുകളുമാണ് അല്ലാഹു തആല ഇറക്കിയത് എന്ന് പറഞ്ഞല്ലോ. അതിന്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മൂസാ നബി അലൈഹി സ്വലാമിന് തൗറാത്ത്. ഇത് വിദ്യാർത്ഥികൾ ഇതുപോലെ തന്നെ പഠിക്കണം. മൂസാ നബിക്ക് ഏതാണ്? തൗറാത്ത്. ദാവൂദ് നബി അലൈഹി സ്വലാമിന് ഏതാണ്? സബൂർ എന്ന കിതാബാണ് ഇറക്കിയിട്ടുള്ളത്. ഈസാ നബി അലൈഹി സ്വലാമിന് ഇൻജീൽ എന്ന കിതാബാണ് ഇറക്കിയിട്ടുള്ളത്. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏതാണ്? പരിശുദ്ധ ഖുർആനാണ്. ഇനി ആദം നബി അലൈഹി സ്വലാമിന് എത്ര ഏടുകൾ ഇറക്കി? 10 ഏടുകൾ ഇറക്കി. ഇദ്രീസ് അലൈഹി സ്വലാമിന് 30 ഏടുകൾ ഇറക്കി. ഷീസ് അലൈഹി സ്വലാമിന് 50 ഏടുകൾ ഇറക്കി. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് 10 ഏടുകൾ. അങ്ങനെ 100 ഏടുകളും 4 കിതാബുകളുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത നബിമാർക്കായിട്ട് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഇറക്കി കൊടുത്തിട്ടുള്ളത്. ഈ ബോക്സ് വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ പഠിച്ചു വെക്കണം. നാം ഖുർആൻ അനുസരിച്ചാണ് അമൽ ചെയ്യേണ്ടത്. മറ്റുള്ളവ മുൻഗാമികൾക്ക് ഉള്ളതാണ്. പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ കിതാബ്. അതിനെ നാം ആദരിക്കണം, അതനുസരിച്ച് ജീവിക്കണം. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ആദരിക്കേണ്ടത് അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ടത് ഏതാണ്? പരിശുദ്ധമായ ഖുർആനാണ്. ഇവിടെ ഉത്തരം എഴുതാം. കിതാബുകൾ എത്ര? 4.
നമ്മുടെ കിതാബ് ഏതാണ്? ഖുർആൻ. സബൂർ ആർക്കാണ് ഇറക്കപ്പെട്ടത്? ദാവൂദ് നബി അലൈഹിസ്സലാമിന്. ഈസാ നബിക്ക് ഇറക്കപ്പെട്ടു ഏത്? ഇൻജീൽ. തൗറാത്ത് ഇറക്കപ്പെട്ടത് ഏത് നബിക്കാണ്? മൂസാ നബി അലൈഹിസ്സലാമിന്. ഇനി ഇവിടെ നബിമാർ, കിതാബുകൾ, ഇത് നമ്മൾ യോജിച്ചതിനോട് ചേർത്ത് എഴുതണം. മൂസാ നബി അലൈഹി സ്വലാമിന് നമ്മൾ പറഞ്ഞു തൗറാത്ത്, ദാവൂദ് നബി അലൈഹി സ്വലാമിന് സബൂർ, ഈസാ നബി അലൈഹി സ്വലാമിന് ഇൻജീൽ, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ. അതുപോലെ നമ്മൾ മാച്ച് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ കളർ ചെയ്താലും മതി, യോജിച്ച കളർ. ഇനി പാഠം 6 മുർസലുകൾ. നമ്മളിപ്പോ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞു, മലക്കുകളെ കുറിച്ച് പറഞ്ഞു, കിതാബുകളെ കുറിച്ച് പറഞ്ഞു. ഇനി മുർസലുകൾ. മുർസലുകൾ എന്ന് വെച്ചാൽ നബിമാർ. ആരാണത്? ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണ് നബിമാർ. അപ്പൊ നബിമാര് മനുഷ്യന്മാരാണ്. പക്ഷെ അള്ളാഹു താല മനുഷ്യന്മാരിൽ നിന്ന് ചില പ്രത്യേകം ആളുകളെ തെരഞ്ഞെടുത്തു. അവരാണ് ആര്? നബിമാർ. ആ നബിമാർക്ക് ഒരുപാട് വിശേഷണങ്ങളും ഗുണങ്ങളും ക്വാളിറ്റികളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പിന്നെ പഠിക്കും. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരിൽ നിന്ന് തന്നെ ചില പ്രത്യേകം ആളുകളെ തെരഞ്ഞെടുത്തു. എന്തിനാണ്? ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണ് നബിമാർ. ആ നബിമാരിൽ തന്നെ പ്രധാനികളാണ് ആര്? മുർസലുകൾ. 1,24,000 നബിമാർ അള്ളാഹു തആല അയച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് ആര്? മുർസലുകൾ. അവരെല്ലാം ഇസ്ലാമിനെയാണ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ഇസ്ലാം അള്ളാഹുവിന്റെ മതമാണ്. ഇനി മുർസലുകളുടെ പ്രത്യേകത കേട്ടോളിയെ. സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരാണ് അവർ. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതരായ ആളുകളാണ് ആര്? മുർസലുകൾ. അവർ സത്യം മാത്രം പറയുന്നവരും വിശ്വസ്തരുമാണ്. കളവ് അവർ പറയാറില്ല. അതുപോലെ അവർ ഒരു തെറ്റും ചെയ്യുകയില്ല. ആദ്യത്തെ റസൂൽ ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമാണ്. അവസാനത്തെ റസൂൽ നമ്മുടെ നബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവർക്കിടയിൽ ധാരാളം മുർസലുകൾ വന്നിട്ടുണ്ട്. എല്ലാ നബിമാരെയും നാം സ്നേഹിക്കണം, അവരിൽ നാം വിശ്വസിക്കണം. ഒരു നബിയെയും നമ്മൾ തള്ളിപ്പറയാൻ പാടില്ല. എല്ലാ നബിമാരെയും നമ്മൾ സ്നേഹിക്കുകയും അവരെ വിശ്വസിക്കുകയും വേണം. നമ്മുടെ നബിയുടെ പേര് കേൾക്കുമ്പോൾ നാം സ്നേഹത്തോടെ എന്താ പറയേണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. മറ്റു നബിമാരുടെ പേര് കേൾക്കുമ്പോൾ, മൂസാ നബി അലൈഹി സ്വലാമിന്റെ പേര് കേൾക്കുമ്പോൾ, ഈസാ നബിന്റെ പേരൊക്കെ കേൾക്കുമ്പോൾ എന്താ നമ്മൾ പറയേണ്ടത്? അലൈഹിസ്സലാം എന്നും പറയണം. അപ്പൊ നമ്മുടെ നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. മറ്റു നബിമാരുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്നും പറയണം. ഇതൊക്കെ വിദ്യാർത്ഥികൾ നിർബന്ധമായും ഓർമ്മിച്ചു വെക്കണം. ആദ്യത്തെ നബിയുടെ പേരെന്താണ്? ആദം നബി അലൈഹിസ്സലാം. അവസാനത്തെ നബി ആരാണ്? നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിമാരുടെ പേര് കേൾക്കുമ്പോൾ എന്താ ചൊല്ലേണ്ടത്? അലൈഹിസ്സലാം, അലൈഹിസ്സലാം എന്ന് ചൊല്ലണം. ഇനി ഇവിടെ ഒരു പാട്ടുണ്ട്. ആദ്യത്തെ നബിയാണ് ആദം നബി. നമ്മുടെ ഉപ്പാപ്പ പുണ്യ നബി. അവരുടെ ഇണയാണ് ഹവ്വാ ബീവി. നമ്മുടെ ഉമ്മാമ ഹവ്വാ ബീവി. ആദ്യത്തെ നബി ആരാണ്? ആദം നബി അലൈഹി സ്വലാം. ആദം നബി അലൈഹി സ്വലാമിന്റെ ഭാര്യയുടെ പേരാണ് എന്ത്? ഹവ്വാ ബീവി. ആദം നബിയാണ് നമ്മുടെ വലിയുപ്പ, ഹവ്വാ ബീവിയാണ് നമ്മുടെ വലിയുമ്മ. ഇനി ഇവിടെ നബിമാരുടെ കഥകളൊക്കെ കേൾക്കാൻ ആദം നബി അലൈഹി സ്വലാമിന്റെയും നൂഹ് നബി അലൈഹി സ്വലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെയും ഒക്കെ കഥകൾ കേൾക്കാൻ ഇവിടെ കോഡ് തന്നിട്ടുണ്ട്. ആ കോഡ് നമ്മൾ സ്കാൻ ചെയ്താൽ നല്ല കഥകൾ നമുക്ക് കേൾക്കാൻ പറ്റും. വിദ്യാർത്ഥികൾ അതൊക്കെ ഉപയോഗപ്പെടുത്തുക. ഇനി അടുത്തത് പാഠം 7 അവസാന നാള്. കണ്ടോ, നമ്മളൊരു പള്ളിയും അതുപോലെ ഖബർസ്ഥാനൊക്കെ കാണുന്നുണ്ട്. കുറെ ഖബറുകളുണ്ട് അല്ലെ? ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? മരിച്ചുപോയവരെ മറമാടിയ ഖബറുകളാണവ. ഇതുപോലെ നമ്മളും ഒരു നാൾ മരിക്കും. ഈ ലോകവും അതിലെ സർവ്വ ജീവികളും നശിക്കും. നമ്മളിപ്പോ കാണുന്നത് പോലെ കാലാകാലം നമ്മൾ ഉണ്ടാവൂല, അല്ലെങ്കിൽ ഈ ലോകം ഇതുപോലെ കാലാകാലം ഉണ്ടാവൂല. ഇതെല്ലാം ഒരു നാൾ നശിക്കും. ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസമാണ് അവസാന നാൾ. എല്ലാം നശിച്ചതിന് ശേഷമുള്ള ദിവസമാണ് അവസാന നാൾ. എപ്പോഴാണ് ഈ ലോകം നശിക്കുക? നമ്മൾ നേരത്തെ 4 മലക്കുകളെ പേര് പഠിച്ചപ്പോ അതിലൊരു മലക്കിന്റെ പേര് പഠിച്ചിരുന്നില്ലേ? ഏതായിരുന്നു അത്? ഇസ്രാഫീൽ അലൈഹിസ്സലാം. ആ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഓതുമ്പോഴാണ് ഈ ലോകം നശിക്കുന്നത്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഡ്യൂട്ടി എന്താണ്? ഈ സൂർ എന്ന കാഹളത്തിൽ ഓതലാണ്. അള്ളാഹുവിന്റെ തീരുമാനം വരുമ്പോ, അള്ളാഹുവിന്റെ ഓർഡർ വരുമ്പോ എന്ത് ചെയ്യും? ഇസ്രാഫീൽ അലൈഹിസ്സലാം ആ കാഹളത്തിൽ ഓതും. അതോടെ ഈ ലോകം നശിക്കും. വീണ്ടും രണ്ടാമത് ഓതുമ്പോൾ മരിച്ചവരെല്ലാം ജീവിക്കും. ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനത്തെ ആള് വരെ അള്ളാഹു താല വീണ്ടും അവരെ എല്ലാം ജീവിപ്പിക്കും. ശേഷം മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടും.
നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിചാരണയുണ്ടാവും. നമ്മൾ ഈ ദുനിയാവിൽ വെച്ച് ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കും. നന്മകൾ ചെയ്തവർക്കും തിന്മകൾ ചെയ്തവർക്കും അല്ലാഹു അതിന്റെ പ്രതിഫലം നൽകും. നന്മകൾ ചെയ്തവർക്ക് അല്ലാഹു തആല സ്വർഗം കൊടുക്കും, തിന്മകൾ ചെയ്തവർക്ക് അതിനുള്ള ശിക്ഷ അല്ലാഹു തആല കൊടുക്കും. സ്വർഗാവകാശികളാവാൻ നാം പരിശ്രമിക്കണം. അല്ലാഹു നമ്മളെയൊക്കെ സ്വർഗത്തിന്റെ അവകാശികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നോക്കി എഴുതാം. അന്ത്യനാളിൽ നാം വിശ്വസിക്കണം. വിദ്യാർത്ഥികൾ നോക്കി എഴുതി പരിശീലിക്കണം. ഇനി ഇവിടെ ചേരുമ്പടി ചേർക്കാം. ഇസ്രാഫീൽ അലൈഹിസ്സലാം ഏതാണ്? മൂന്നാമത്തെ ഓപ്ഷൻ, സൂർ എന്ന കാഹളത്തിൽ ഓതും. നന്മ ചെയ്തവർക്ക് അതിന്റെ പ്രതിഫലം കിട്ടും. ഒന്നാമത്തെ ഓപ്ഷൻ, ഖിയാമത്ത് നാളിൽ എല്ലാം നശിക്കും. മഹ്ശറിൽ അല്ലാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. എപ്പോഴാണ് ഈ ലോകം നശിക്കുക? സൂറിലൂതുമ്പോൾ, സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോൾ ഈ ലോകം നശിക്കും. മരിച്ചവർ രണ്ടാമത് ജീവിക്കും. എപ്പോൾ? രണ്ടാമത് ഓതും അല്ലെ? ഇസ്രാഫീൽ അലൈഹിസ്സലാം വീണ്ടും ഓതും. അപ്പോഴാണ് മരിച്ചവരൊക്കെ വീണ്ടും ജീവിക്കുക. തിന്മകൾ ചെയ്തവർക്ക് എന്ത് ലഭിക്കും? ശിക്ഷ ലഭിക്കും, നരകം ലഭിക്കും. അവസാന നാൾ എന്നാൽ എന്താണ്? ഈ ലോകം നശിച്ച അതിനുശേഷമുള്ള ദിവസമാണ് അവസാന നാൾ. പൂർത്തിയാക്കാം. മരണശേഷം അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലമാണ് മഹ്ശർ. നന്മകൾ ചെയ്തവർക്ക് അല്ലാഹു പ്രതിഫലം നൽകും. നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ, ആമീൻ. താഴെ കൊടുത്തവയിൽ നിന്ന് സ്വർഗം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് നേരെ ശരി അടയാളപ്പെടുത്തുക. ഉമ്മയനുസരിച്ചാൽ സ്വർഗം കിട്ടൂലേ? കിട്ടും. അന്ത്യനാളിൽ വിശ്വസിക്കൽ സ്വർഗം കിട്ടാനുള്ള കാരണമാണ്. നിസ്കരിക്കൽ സ്വർഗം കിട്ടാനുള്ള കാരണമാണ്. ചീത്ത വിളിച്ച സ്വർഗം കിട്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അവിടെ തെറ്റുമാർക്കിടണം. കളവ് പറഞ്ഞ സ്വർഗം കിട്ടോ? ഇല്ല, തെറ്റുമാർക്ക്. ഖുർആൻ ഓതൽ, ഖുർആൻ ഓതിയാൽ നമുക്ക് സ്വർഗം കിട്ടും. ഇനി 8ാമത്തെ പാഠം, അൽ ഖദർ. എന്താണ് ഖദർ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഇൻഷാ അല്ലാ എന്ന് കേട്ടിരിക്കുമല്ലോ. നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ ഇൻഷാ അല്ലാ എന്ന് നമ്മൾ പറയും അല്ലെ? ഇൻഷാ അല്ലാ. എപ്പോഴാണ് നാം അത് പറയുക? ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോഴാണ് നാം ഇൻഷാ അല്ലാ പറയുന്നത്. എന്താണ് ഇൻഷാ അല്ലാ എന്നുള്ളതിന്റെ അർത്ഥം? അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇൻഷാ അല്ലാ ഞാൻ വരാം, ഇൻഷാ അല്ലാ ഞാൻ നാളെ വരാം. അപ്പൊ അല്ലാഹു ഉദ്ദേശിച്ചാൽ ഞാൻ നാളെ വരാം കേട്ടോ, അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ഭാവിയിലുള്ള ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ കൂടെയൊക്കെ നമ്മൾ എന്ത് പറയണം? ഇൻഷാ അല്ലാ എന്ന് പറയണം. അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ അനുഭവം നോക്കൂ. എത്ര കാര്യങ്ങൾ ചെയ്യാൻ നാം കരുതുന്നു. നമ്മൾ എന്തെല്ലോ പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ ചിലത് ചെയ്യാൻ കഴിയാതെ പോകുന്നു, ചിലത് ചെയ്യുന്നു. എന്താണ് അതിന് കാരണം? ചിലത് അല്ലാഹു ഉദ്ദേശിച്ചതാണ്, ചിലത് അല്ലാഹു ഉദ്ദേശിക്കാത്തതാണ്. അവൻ ഉദ്ദേശിച്ചത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മാഷാ അല്ലാഹു കാൻ വമാ ലം യശാ ലം യകുൻ. അല്ലാഹു ഉദ്ദേശിച്ചത് സംഭവിക്കും, അല്ലാഹു ഉദ്ദേശിക്കാത്തത് അത് നടക്കുകയില്ല. നാം ഒരു നല്ല കാര്യം ചെയ്യാൻ ഉറപ്പിച്ച ശേഷം അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും കൂലി ലഭിക്കും. നമ്മളൊരു നന്മ ഉദ്ദേശിച്ചാൽ ഇനി അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അല്ലാഹു തആല നമ്മൾ ആ ഉദ്ദേശിച്ചതിന്റെ ഫലമായി, കാരണമായി അല്ലാഹു തആല നമുക്ക് പ്രതിഫലം നൽകും, കൂലി ലഭിക്കും. നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. ഇൻഷാ അല്ലാഹ് ഈ കൊല്ലം ഞാൻ ഹജ്ജിന് പോകും, ഇൻഷാ അല്ലാഹ് ഞാൻ പഠിച്ച് ആലിമാകും. കണ്ടോ? അപ്പൊ നമ്മൾ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ എന്ത് പറയണം? ഇൻഷാ അല്ലാഹ് എന്ന് ചേർത്ത് പറയണം. വിദ്യാർത്ഥികൾ ഈ ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇനി അങ്ങോട്ട് എന്തൊരു കാര്യം പറയുകയാണെങ്കിലും ഇൻഷാ അല്ലാഹ് കൂട്ടി പറയണം. അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്ന് നമ്മൾ കൂട്ടി പറയണം. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ മുൻ നിശ്ചയപ്രകാരമാണ് നടക്കുന്നത്, ശരി അല്ലെ? എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണ്. അള്ളാഹുവിന്റെ വിധിയിൽ നാം വിശ്വസിക്കണം. അള്ളാഹുവിന്റെ വിധിയിൽ നമുക്ക് എന്ത് സംഭവിച്ചാലും അത് അള്ളാഹുവിന്റെ വിധിയാണ് എന്ന് നാം വിശ്വസിക്കണം. ഒരു കാര്യം ഞാൻ ചെയ്തു എന്ന് പറയുമ്പോഴാണ് ഇൻഷാ അല്ലാ എന്ന് പറയേണ്ടത്, ആണോ? അല്ല. ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാ എന്ന് പറയണം. ഇൻഷാ അല്ലാ എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നാണ് അർത്ഥം. ശരി, ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. ഇല്ല, നമ്മൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നടന്നോളണമെന്നില്ല. അള്ളാഹു തആല ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നടക്കുന്നത്. ഇൻഷാ അല്ലാ എന്ന് പറയേണ്ടുന്ന 4 കാര്യങ്ങൾ എഴുതാം. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള 4 കാര്യങ്ങൾ എഴുതാം. ഇൻഷാ അല്ലാ ഞാൻ പരീക്ഷയിൽ നല്ല രൂപത്തിൽ വിജയിക്കും. അതുപോലെ ഇൻഷാ അല്ലാ ഞാൻ നല്ല ഒരു ആലിമാകും. ഇൻഷാ അല്ലാ ഞാൻ ഹജ്ജിന് പോകും. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഇവിടെ ഇൻഷാ അല്ലാ വെച്ച് എഴുതാവുന്നതാണ്. ഇനി ഉത്തരം പറയാം. ഏത് കാര്യവും നാം ചെയ്യുമെന്ന് പറയുമ്പോൾ എന്തുകൂടെ പറയണം? ഇൻഷാ അല്ലാ പറയണം. ഇനി ഇവിടെ ഒരു പാട്ടുണ്ട്, നമുക്ക് പറയാം ഇൻഷാ അല്ലാ, നമുക്ക് ചെയ്യാം ഇൻഷാ അല്ലാ, നാളെ ചെയ്യാം ഇൻഷാ അല്ലാ പറയുക വേണം. കൂടെ അതെല്ലാം എല്ലാം അറിയുന്നവനും കാര്യമേതെല്ലാം വിധിക്കുന്നവനും അവനാണവനാണ് അല്ലാഹു, ഏകനാണവൻ അല്ലാഹു.
ഇത് നല്ല മനോഹരമായിട്ട് കേൾക്കണമെങ്കിൽ ഈ കോഡ് സ്കാൻ ചെയ്താൽ മതി. വിദ്യാർത്ഥികൾ അതൊക്കെ ഉപയോഗപ്പെടുത്തുക. ചുരുക്കത്തിൽ നാം എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴും അത് പറയുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഇൻഷാ അല്ലാഹ് എന്ന് കൂട്ടി പറയേണ്ടതുണ്ട്. ഇനി അടുത്തത് 9ാമത്തെ പാഠം ഈമാൻ കാര്യങ്ങൾ. ഒരു മുഅ്മിനായ മനുഷ്യൻ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈമാൻ കാര്യങ്ങൾ. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പാടില്ല. ഏതൊക്കെയാണ് ഈമാൻ കാര്യങ്ങൾ? ആകെ 6 എണ്ണമാണ്. ഒന്നാമത്തത് എന്താണ്? അള്ളാഹുവിലെ വിശ്വാസം. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കണം. രണ്ടാമത്തത് മലക്കുകളിലെ വിശ്വാസം. നമ്മൾ നേരത്തെ 4 മലക്കുകളെ പേര് പഠിച്ചല്ലോ. മലക്കുകളുടെ വിശേഷണങ്ങളും സ്വഭാവമൊക്കെ നമ്മൾ പഠിച്ചു. ആ മലക്കുകളിൽ നമ്മൾ വിശ്വസിക്കണം. മലക്കുകൾ നമ്മൾ കാണുന്നില്ല, പക്ഷെ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ആ മലക്കുകളിൽ വിശ്വസിക്കണം. അതുപോലെ കിതാബുകളിലെ വിശ്വാസം. നേരത്തെ നമ്മൾ 4 കിതാബുകളെ കുറിച്ച് പറഞ്ഞല്ലോ. നബിമാർക്ക് ഇറക്കിക്കൊടുത്ത 4 കിതാബുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ കിതാബുകളിൽ നമ്മൾ വിശ്വസിക്കണം. അതുപോലെ മുർസലുകളിലെ വിശ്വാസം. നബിമാരെ കുറിച്ച്, ആ നബിമാരിൽ തന്നെ ഏറ്റവും പ്രധാനികളാണ് മുർസലുകൾ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ആ മുർസലുകളിൽ നമ്മൾ വിശ്വസിക്കണം. അന്ത്യനാളിൽ വിശ്വസിക്കണം. ഈ ലോകം നശിക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ ദിവസത്തിൽ നമ്മൾ വിശ്വസിക്കണം. അതുപോലെ ഖദറിലെ വിശ്വാസം. എന്ത് നന്മയും തിന്മയുമായ കാര്യങ്ങളൊക്കെ ആരിൽ നിന്നാണ്? അത് അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടാവണം. ഈ 6 കാര്യങ്ങൾ, ഇതിനാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ഇതുപോലെ തന്നെ പഠിച്ചേക്കുക. അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലെ വിശ്വാസം, കിതാബുകളിലെ വിശ്വാസം, മുർസലുകളിലെ വിശ്വാസം, അന്ത്യനാളിലെ വിശ്വാസം, ഖദറിലെ വിശ്വാസം. ഈ 6 കാര്യങ്ങൾക്കാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈമാൻ കാര്യങ്ങൾ 6 എണ്ണത്തിലും വിശ്വസിച്ചവരാണ് മുഅ്മിനുകൾ. അപ്പോൾ ഈ പറയപ്പെട്ട 6 കാര്യങ്ങളും നമ്മൾ നിർബന്ധമായും വിശ്വസിച്ചിരിക്കണം. ഇതിൽ ഏതെങ്കിലും നമുക്ക് വിശ്വാസമില്ലെങ്കിൽ നമ്മൾ മുഅ്മിനാവുകയില്ല. അപ്പോൾ മുഅ്മിനീങ്ങളെ ഈ 6 കാര്യങ്ങളിലും വിശ്വസിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടും. അവർക്ക് അള്ളാഹു സ്വർഗം നൽകും. നമുക്കും സ്വർഗാവകാശികളാവണം. അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. കൂട്ടുകാർ, കഴിഞ്ഞ പാഠങ്ങളിൽ പ്രധാനമായും എന്താണ് പഠിച്ചത്? താഴെയുള്ള പദ്യത്തിൽ അവയുണ്ട്, ഒന്ന് പാടി നോക്കുക. അറിയുക ഈമാൻ കാര്യങ്ങൾ, 6ലും വേണം വിശ്വാസം. അള്ളാഹുവിലും പിന്നെ മലക്കുകൾ, 4 കിതാബിലും വിശ്വാസം, മുർസലുകളിലും അന്ത്യദിനത്തിലും വേണം കൂടെ വിശ്വാസം. നന്മയും തിന്മയും റബ്ബിൻ ഖദർ, ആരും പാടി ഈ നിമിഷം. അപ്പോൾ ഈ 6 കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കുക. ഒരിക്കലും മറക്കാത്ത രൂപത്തിൽ അത് നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. ഇവിടെ വേർതിരിക്കാം. ഹജ്ജ്, അതുപോലെ മലക്കുകൾ, ഷഹാദത്ത് കലിമ, മുർസലുകൾ, കിതാബുകൾ, നിസ്കാരം, അന്ത്യദിനം, നോമ്പ്, ഖദർ, സകാത്ത്, അല്ലാഹു. ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഹജ്ജ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, അല്ലെ? അപ്പൊ ചെയ്യേണ്ടവ എന്നുള്ള കോളത്തിൽ ഹജ്ജ് എഴുതാം. മലക്കുകളിൽ നമ്മൾ വിശ്വസിക്കണം, 2ാമത്തെ കോളത്തിൽ എഴുതാം. ഷഹാദത്ത് കലിമ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇസ്ലാം കാര്യത്തിൽപ്പെട്ടതാണ്. 1ാമത്തത് ഷഹാദത്ത് കലിമ, അത് ചെയ്യേണ്ടതാണ്. ഷഹാദത്ത് കലിമ നമ്മൾ പറയേണ്ടതാണ്. അപ്പോൾ 1ാമത്തെ കോളത്തിൽ. മുർസലുകളിൽ നമ്മൾ വിശ്വസിക്കണം, 2ാമത്തെ കോളത്തിൽ. അതുപോലെ കിതാബുകളിൽ നമ്മൾ വിശ്വസിക്കണം, 2ാമത്തെ കോളത്തിൽ. നിസ്കാരം നമ്മൾ ചെയ്യേണ്ടതാണ്, 1ാമത്തെ കോളത്തിൽ. അതുപോലെ അന്ത്യദിനം, ആ അന്ത്യദിനത്തിൽ നമ്മൾ വിശ്വസിക്കണം, 2ാമത്തെ കോളത്തിൽ. നോമ്പ് നമ്മൾ ചെയ്യേണ്ടതാണ്, 1ാമത്തെ കോളത്തിൽ. അതുപോലെ ഖദർ നമ്മൾ വിശ്വസിക്കേണ്ടതാണ്, 2ാമത്തെ കോളം. സകാത്ത് നമ്മൾ കൊടുക്കേണ്ടതാണ്, അത് ചെയ്യേണ്ടവ, 1ാമത്തെ കോളത്തിൽ. അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കുക, അത് 2ാമത്തെ കോളത്തിൽ. ഇതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിച്ച് എഴുതുകയാണ് വേണ്ടത്. ഇനി ഉത്തരം എഴുതാം. ഈമാൻ കാര്യങ്ങൾ എത്രയാണ്? 6. 1ാമത്തേത് ഏതാണ്? അള്ളാഹുവിലുള്ള വിശ്വാസം. ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തത് ഏതാണ്? നമ്മൾ ഇവിടെ പറഞ്ഞു ഖദറിലുള്ള വിശ്വാസം. ഖദറിലെ വിശ്വാസം, അതാണ് ഈമാൻ കാര്യത്തിലെ 6ാമത്തത്. ഇനി ഓർമ്മിക്കാം. മലക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മുർസലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ത്യനാൾ. ഇതൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ പാഠങ്ങളിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അതെല്ലാം ഓർമ്മിച്ച് വീണ്ടും ആവർത്തിക്കുക. ഇനി അവസാനത്തെ പാഠം ഓർമ്മിക്കാം. എന്തൊക്കെയാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ്. അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ, നമ്മൾ 1ാമത്തെ പാഠത്തിൽ പറഞ്ഞു. 2ാമത്തത്, നമ്മുടെ നബി മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ജനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി 63 വയസ്സായിരുന്നു, അല്ലെ? 53ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. 10 വർഷം മദീനയിൽ താമസിച്ചു. 63ാമത്തെ വയസ്സിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. അള്ളാഹു ഇറക്കിയ കിതാബുകൾ 4ആണ്. ഖുർആൻ നമ്മുടെ നബി മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കിതാബാകുന്നു. മലക്കുകൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്.
ആദ്യത്തെ നബി ആദം നബി അലൈഹി സലാമാണ്, അവസാനത്തെ നബിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസമാണ് അവസാന നാൾ. ഏത് കാര്യവും നാം ചെയ്യുമെന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. ഈമാൻ കാര്യങ്ങൾ കൊണ്ട് വിശ്വസിച്ചവരാണ് മുഅ്മിനുകൾ. മുഅ്മിനുകൾക്ക് അല്ലാഹു സ്വർഗം നൽകും. ഇതെല്ലാം നമ്മൾ ഇതുവരെയുള്ള പാഠങ്ങളിലായിട്ട് പഠിച്ച കാര്യങ്ങളാണ്. അതൊന്നും കൂടെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം. ഞാൻ ഈമാൻ കാര്യങ്ങൾ 6ഉം ഇസ്ലാം കാര്യങ്ങൾ 5ഉം പഠിച്ചു. അൽഹംദുലില്ലാ. അല്ലാഹുവേ, എന്നെ നീ സ്വർഗാവകാശി ആക്കണമേ. നമ്മൾ ഈമാൻ കാര്യങ്ങൾ 6 പറഞ്ഞു. അതുപോലെ ഇസ്ലാം കാര്യങ്ങൾ 5 പഠിച്ചു. ഇസ്ലാം കാര്യങ്ങൾ 5 ഏതെല്ലാമാണ്? ഒന്ന് ഷഹാദത്ത് കലിമ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതാണ് ഷഹാദത്ത് കലിമ. അതുപോലെ രണ്ടാമത്തേതാണ് നിസ്കാരം, മൂന്നാമത്തേത് നോമ്പ്, നാലാമത്തേത് സക്കാത്ത്, അഞ്ചാമത്തേത് ഹജ്ജ്. ഇതാണ് 5 ഇസ്ലാം കാര്യങ്ങൾ. ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഇനി ഉത്തരം എഴുതാം. നാം ആരെയാണ് ആരാധിക്കേണ്ടത്? അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്. നമ്മുടെ നബിയുടെ ജനനം എവിടെയാണ്? മക്കയിൽ. അള്ളാഹു ഇറക്കിയ 4 കിതാബുകൾ ഏതെല്ലാം? തൗറാത്ത്, ഇഞ്ചീല്, സബൂർ, അതുപോലെ പരിശുദ്ധമായ ഖുർആൻ. 4 മലക്കുകളുടെ പേര് എഴുതുക. ആരെല്ലാമാണ്? ജിബ്രീൽ അലൈഹിസലാം, മികായിൽ അലൈഹിസലാം, ഇസ്രാഫീൽ അലൈഹിസലാം, അസ്റായീൽ അലൈഹിസലാം. ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. എപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യും എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. ലോകം മുഴുവൻ നശിക്കും എപ്പോൾ? ഇസ്രാഫീൽ അലൈഹിസലാം സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോൾ ഈ ലോകം മുഴുവൻ നശിക്കും. ഇത്രയും കാര്യങ്ങളാണ് കിതാബുൽ അഖീദയിൽ 2ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കാനുള്ളത്. നിർബന്ധമായും നിങ്ങൾ പാഠങ്ങൾ ആവർത്തിച്ച് വായിക്കണമെന്ന്, എഴുതാനുള്ളതൊക്കെ എഴുതി പരിശീലിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വിഷയം കൂടെയാണ് കിതാബുൽ അഖീദ. അല്ലാഹു എല്ലാ മക്കൾക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ നിർബന്ധമായും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക്, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.